ഇടത് സർക്കാരിന്റെ 10ാമത് വാർഷികത്തോടനുബന്ധിച്ച് ഓരോ ജില്ലാ കേന്ദ്രങ്ങളിലും മുഖ്യമന്ത്രി പങ്കെടുത്ത് നടത്തുന്ന പ്രചാരണ പരിപാടികളിലൂടെ വൻ സാമ്പത്തിക ധൂർത്ത് നടത്തുന്നു എന്നുള്ള പ്രതിപക്ഷത്തിന്റെയും ചില മാധ്യമങ്ങളുടെയും വ്യാജ പ്രചാരണങ്ങളെ കൃത്യമായ കണക്കുകൾ നിരത്തി പൊളിച്ചടുക്കിയിരിക്കുകയാണ് അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ. UDF സർക്കാർ 10 വർഷം മുമ്പ് ജനസമ്പർക്ക പരിപാടിയുടെ പ്രചാരണത്തിനായി ചെലവാക്കിയ കോടികളുടെ തുകയുമായി താരതമ്യം ചെയ്താണ് പ്രതിപക്ഷ പൊള്ളത്തരങ്ങളെ അഡ്വക്കേറ്റ് അരുൺകുമാർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തുറന്നു കാട്ടിയിരിക്കുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഞാനിവിടെ വായിക്കാം. LDF സർക്കാരിന്റെ 10ാമത് വാർഷികത്തോടനുബന്ധിച്ച് ഓരോ ജില്ലാ കേന്ദ്രങ്ങളിലും മുഖ്യമന്ത്രി പങ്കെടുത്ത് നടത്തുന്ന പ്രചാരണ പരിപാടികളിലൂടെ വൻ സാമ്പത്തിക ധൂർത്താണ് എന്നാണ് പ്രതിപക്ഷവും ചില മാധ്യമങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി നടത്തിയ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കുന്നതിൽ എവിടെയാണ് ധൂർത്ത്? ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം നടക്കുന്ന ഈ പ്രചാരണങ്ങളെ തിരിച്ചറിയണമെങ്കിൽ 2011, 13, 15 കാലത്ത് UDF സർക്കാരിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നടത്തിയ ജനസമ്പർക്ക പരിപാടികളുടെ പ്രചാരണങ്ങൾക്ക് മാത്രമായി ഓരോ ജില്ലയിലും ചെലവഴിച്ച തുകയും സീലിറ്റ് വഴിയും IT വകുപ്പ് വഴിയും PRD വഴിയും സർക്കാരിന്റെ പ്രചാരണത്തിനായി ചെലവഴിച്ച തുകയും ഒന്ന് പരിശോധിച്ചാൽ മതി. അതിനുശേഷം 10 വർഷങ്ങൾ പിന്നിട്ട് ഇപ്പോൾ 2025 LDF സർക്കാർ 10ാമത് വാർഷികത്തിന്റെ ഭാഗമായി പ്രചാരണ യോഗങ്ങൾക്കായി അനുവദിച്ചിരിക്കുന്ന തുകയും തമ്മിൽ താരതമ്യപ്പെടുത്തി നോക്കിയാൽ പ്രതിപക്ഷവും മാധ്യമങ്ങളും നടത്തുന്ന വ്യാജ പ്രചരണങ്ങളുടെ പൊള്ളത്തരം മനസ്സിലാകും. UDF ഗവൺമെന്റ് 2011 ജനസമ്പർക്ക പരിപാടിയുടെ പ്രചാരണത്തിനായി ചെലവാക്കിയ തുക 4,40,49,737 കോടി രൂപയാണ്. UDF ഗവൺമെന്റ് 2013 ജനസമ്പർക്ക പരിപാടിയുടെ പ്രചാരണത്തിനായി ചിലവാക്കിയ തുക 5,14,09,491 കോടി രൂപ. UDF ഗവൺമെന്റ് 2015 ജനസമ്പർക്ക പരിപാടിയുടെ പ്രചാരണത്തിനായി ചിലവാക്കിയ തുകയാണെങ്കിൽ 6,55,52,537 കോടി രൂപ. ഈ 3 ജനസമ്പർക്ക പരിപാടികളുടെ പ്രചാരണത്തിന്റെ ഭാഗമായി മേൽപ്പറഞ്ഞ തുകകൾക്ക് പുറമെ സീലിറ്റ് വഴി 3,80,06,610 കോടി, IT വകുപ്പ് വഴി 98,36,662 രൂപയും IND-PRT വഴി 2,42,86,963 രൂപയും ഉൾപ്പെടെ 6,91,30,235 രൂപയും UDF ഗവൺമെന്റ് പ്രചാരണങ്ങൾക്കായി ചിലവാക്കിയിട്ടുണ്ട്. മേൽവിവരങ്ങൾ നിയമസഭാ രേഖയുടെ ഭാഗമാണ്. ഗവൺമെന്റിന്റെ പ്രചാരണത്തിനായി മാത്രം ചെലവഴിച്ച തുകയാണ്. ദുരിതാശ്വാസ നിധിയിൽ നിന്നും ജനങ്ങൾക്ക് നൽകിയ തുകയുമല്ല. നിയമസഭാ ചോദ്യോത്തരം താഴെ ചേർക്കുന്നു എന്നാണ് പോസ്റ്റിൽ ബാക്കി പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ LDF സർക്കാർ 10ാമത് വാർഷികത്തിന്റെ ഭാഗമായി ഏപ്രിൽ 21 മുതൽ മെയ് 15 വരെ വിവിധ ജില്ലകളിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന ജില്ലാതല യോഗങ്ങളുടെ ചിലവിലേക്ക് അനുവദിച്ചിരിക്കുന്ന തുക താഴെ ചേർക്കുന്നു. 14 ജില്ലകളിൽ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ തീം ഏരിയ 14 ലക്ഷം വെച്ച് 14 ജില്ലകളിലേക്ക് 1,96,00,000 രൂപ. ജില്ലാ യോഗങ്ങൾ ഓരോ ജില്ലയ്ക്ക് 3 ലക്ഷം രൂപ വീതം 14 ജില്ലയ്ക്കാവുമ്പോൾ 42 ലക്ഷം രൂപ. കലാ സാംസ്കാരിക പരിപാടികൾ ഓരോ ജില്ലയ്ക്ക് 15 ലക്ഷം രൂപ വെച്ച് 2,10,00,000 രൂപ. മറ്റു ചെലവുകൾ പുസ്തകമേള, വാഹന വാടക, ഭക്ഷണം, താമസം തുടങ്ങിയവ ഓരോ ജില്ലയ്ക്ക് 3 ലക്ഷം രൂപ വെച്ച് 42 ലക്ഷം രൂപ. ഉദ്ഘാടന സമാപന ചെലവുകൾ, മേളയുടെ ഏകോപനവുമായി ബന്ധപ്പെട്ട മറ്റു ചിലവുകൾ ആകെ 30 ലക്ഷം. ആകെ 5,20,00,000 രൂപ. അതായത് UDF സർക്കാർ തങ്ങളുടെ ഭരണത്തിന്റെ അവസാന വർഷത്തിൽ ചെലവഴിച്ചത് പ്രചാരണത്തിനായി 6,55,52,537 രൂപയാണ്. ജില്ലാ കേന്ദ്രങ്ങളിലും 6,91,30,235 രൂപ വീതം വിവിധ പ്രചാരണ ഏജൻസികൾ വഴിയുമാണ്. അതായത് ആകെ 13,46,82,772 രൂപയാണ്. LDF സർക്കാർ 2025 14 ജില്ലകളിലെ പരിപാടികൾക്കായി ചെലവഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് 5,20,00,000 രൂപ മാത്രവുമാണ്. ഇനി നിങ്ങൾ പറയുക, 2015 13,46,82,772 രൂപയാണോ 2025 5,20,00,000 രൂപയാണോ വലിയ തുക? ഒരുപാട് പ്രതികരണങ്ങളാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വരുന്നത്.